പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെയും കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനെതിരെയും രൂക്ഷ വിമർശനങ്ങളുമായി ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് വിജയന്റെ കുടുംബം. ആത്മഹത്യാക്കുറിപ്പും പരാതികളും നേതാക്കൾ അവഗണിച്ചുവെന്നും പരാതി. കോൺഗ്രസ് നേതാക്കളെ രക്ഷിക്കാൻ മരണകാരണം കുടുംബ തർക്കമാക്കി മാറ്റാൻ ആസൂത്രിത നീക്കം. നേതൃനീക്കങ്ങൾക്കെതിരെ പ്രതിഷേധമുയർത്തി വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ. മുതിർന്ന കോൺഗ്രസ് നേതാവും വയനാട്ടിലെ ഡി.സി.സി ട്രഷററുമായ എൻ.എം. വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി വിജയന്റെ കുടുംബാംഗങ്ങൾ രംഗത്ത്. കോൺഗ്രസ് നേതാക്കൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകൾ വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പും മറ്റ് തെളിവുകളുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരനെയും സമീപിച്ചിട്ടും അവരെല്ലാം തങ്ങളെ അവഗണിക്കുകയായിരുന്നുവെന്നാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്. ആത്മഹത്യ ചെയ്ത വിജയന്റെ മകൻ വിജേഷും ഭാര്യ പത്മജിയുമാണ് പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ജില്ലയിലെ നേതാക്കൾ നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചും വ്യക്തിപരമായി അത് തനിക്ക് ബാധ്യതയാകുന്നതിനെക്കുറിച്ചും വിജയൻ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം മുതിർന്ന നേതാക്കൾക്ക് കൈമാറിയെങ്കിലും അതെല്ലാം അവഗണിച്ച് ആരോപണ വിധേയരെ സംരക്ഷിക്കുകയാണ് നേതാക്കൾ ചെയ്യുന്നതെന്നും അവർ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. കോൺഗ്രസ് നേതാവും എം.എൽ.എയുമായ ഐ.സി. ബാലകൃഷ്ണനെ സഞ്ചയന ദിവസം വീട്ടിൽ പോയി കണ്ട് കത്ത് വായിച്ച് കേൾപ്പിച്ചിരുന്നതായും ഡി.സി.സി പ്രസിഡന്റ് എൻ.ഡി. അപ്പച്ചനെ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചതായും ഇവർ പറയുന്നുണ്ട്. എന്നിട്ടും അനുഭാവപൂർവ്വ സമീപനം നേതാക്കൾ നടത്തിയില്ല എന്നാണ് കുടുംബാംഗങ്ങളുടെ ആരോപണം. ജനുവരി 3-ാം തീയതി പറവൂരിലെത്തി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് കത്ത് നൽകി വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നു. എന്നിട്ടും ഒരു സഹപ്രവർത്തകന്റെ മരണമാണെന്ന പരിഗണന പോലും നൽകാതെ അവഗണിക്കുകയായിരുന്നു എന്നാണ് കുടുംബാംഗങ്ങളുടെ പരാതി. പിറ്റേ ദിവസം കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരനെ വീട്ടിലെത്തി വിവരങ്ങൾ ധരിപ്പിച്ചതായും കത്തുകൾ കൈമാറിയതായും അവർ പറഞ്ഞിട്ടുണ്ട്. കത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്ന് കെ. സുധാകരൻ പറഞ്ഞത് ശുദ്ധ കളവാണെന്നും കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. എം.എൽ.എ. ഐ.സി. ബാലകൃഷ്ണനും ഡി.സി.സി പ്രസിഡന്റ് എൻ.ഡി. അപ്പച്ചനും ചേർന്ന് ബാങ്ക് നിയമനത്തിനായി ലക്ഷങ്ങൾ വാങ്ങുകയും അതെല്ലാം ഡി.സി.സി ട്രഷറർ എന്ന നിലയിൽ വിജയന്റെ ബാധ്യതയാക്കി മാറ്റുകയും ചെയ്തു. പണം കൈപ്പറ്റിയ നേതാക്കൾ വിദഗ്ധമായി ഒഴിഞ്ഞു മാറിയപ്പോൾ അതെല്ലാം ട്രഷററായ വിജയന്റെ മേൽ പതിക്കുകയും പിടിച്ചു നിൽക്കാനാകാതെ അദ്ദേഹവും മകനും ജീവനൊടുക്കുകയുമായിരുന്നു. ബാങ്കിൽ 7 വർഷം താൽക്കാലിക ജീവനക്കാരനായി പ്രവർത്തിച്ച ജിജേഷിനെ ഐ.സി. ബാലകൃഷ്ണൻ ഇടപെട്ട് പിരിച്ചുവിടുകയും കോഴ വാങ്ങി നിയമനം നടത്തുകയും ചെയ്തു. ഇതാണ് ജിജേഷിന്റെ മരണത്തിന് കാരണമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം വസ്തുതകൾ പുറം ലോകത്തെത്തുകയും കുടുംബാംഗങ്ങൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മുഖം രക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ. വിജയനും മകനും ആത്മഹത്യ ചെയ്ത സംഭവത്തെ വഴിതിരിച്ചു വിടാനുള്ള നീക്കങ്ങളുമായി ചില കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിലാണ്. മരണത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കില്ലെന്നും കുടുംബ പ്രശ്നങ്ങൾ മൂലം ആത്മഹത്യ ചെയ്തതാണെന്നും സ്ഥാപിക്കാനുള്ള നീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ എൻ.എം. വിജയന്റെ സഹപ്രവർത്തകരായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഈ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തു വന്നിട്ടുണ്ട്. ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എ, ഡി.സി.സി പ്രസിഡന്റ് എൻ.ഡി. അപ്പച്ചൻ, മുൻ ഡി.സി.സി ട്രഷറർ കെ. ഗോപിനാഥൻ, അന്തരിച്ച മുൻ ഡി.സി.സി പ്രസിഡന്റ് പി.വി. ബാലചന്ദ്രൻ എന്നിവർക്കെതിരെ ആത്മഹത്യാക്കുറിപ്പിലെ ആരോപണങ്ങൾ ഉയർത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ഉന്നത കോൺഗ്രസ് നേതാക്കളിൽ നിന്നും തങ്ങൾക്കും കുടുംബത്തിനും നീതി കിട്ടിയിട്ടില്ലെന്ന വിജയന്റെ കുടുംബാംഗങ്ങളുടെ വെളിപ്പെടുത്തലും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നേതൃത്വ നിലപാടുകൾക്കെതിരായ അണികളുടെ പ്രതിഷേധവും കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായി ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുമുണ്ട്.